രാവിലെ മാവ് കുഴക്കും പരത്തും ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു തേങ്ങാപ്പത്തിരിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് 1/4 കപ്പ് മൈദ, 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ചിരവിയ തേങ്ങ, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. ഞാനിതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. മുകൾ ഭാഗം വെന്ത് വന്നാൽ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ നാക്കിയതിന് ശേഷം മറിച്ചിട്ടിട്ട് ആ സൈഡ് കൂടി കുറച്ച് വെളിച്ചെണ്ണ നാക്കി കൊടുക്കാം. 2 സൈഡും ഒരു 3-4 തവണ തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ മൊരിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പത്തിരിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. രാവിലെ ഒരു അരമണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ബീഫ് കറി, മീൻ മുളകിട്ടത്, ചിക്കൻ മുളകിട്ടതിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്.